Bullying, hazing, ragging, whatever you call it, it's more than kids being kids. What if I tell you that how we talk to our children today can determine whether they are bullies or victims tomorrow? Stay with me as we break this down. 387 BCയിൽ പ്ലാറ്റോസ് അക്കാഡമിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് ഒരു മൈൽഡ് ഓപ്പറേഷൻ സീനിയേഴ്സ് കാണിച്ചിരുന്നു. ഇതിനെ പെനലിസം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 1684-ൽ യുഎസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായിട്ടൊരു കുട്ടിയെ എക്സ്പെൽ ചെയ്തു ബിക്കോസ് ഓഫ് ദ വയലൻസ് ആൻഡ് വാസലേജ്. ആൻഡ് 1873-ൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ആദ്യമായിട്ട് റാഗിംഗ് കാരണമുള്ള ഒരു മരണം രേഖപ്പെടുത്തുന്നത്. Still, the shocking part is that 20% of the present student community report bullying in school. So, where are we going wrong? നല്ല ഭക്ഷണത്തെ പറ്റിയും നല്ല വിദ്യാഭ്യാസത്തെ പറ്റിയും നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ പലപ്പോഴും ഒരു മിനി അഡൽട്ട് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ 8 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ യാതൊരു മെന്റൽ ഫിൽറ്റേഴ്സും ഇല്ലാതെ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഡൗൺലോഡ് മാത്രമാണ് ചെയ്യുന്നത്. സോ വെദർ ഇറ്റ് ഇസ് എ സർക്കാസം, വെദർ ഇറ്റ് ഇസ് എ നെഗറ്റീവ് കമന്റ്, വെദർ ഇറ്റ് ഇസ് അഗ്രസീവ് ബിഹേവിയർ, ഇതെല്ലാം തന്നെ ആ കുഞ്ഞ് ലിറ്ററൽ മീനിങ്ങിലാണ് എടുക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അവനോട് പറയുന്നത് അല്ലെങ്കിൽ അവളോട് പറയുന്നത് ലേറ്റർ ദേ ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ഇൻ ടു ദ ഇന്റേണൽ ബിലീഫ് സിസ്റ്റം. അഗ്രസീവ് ബിഹേവിയർ ആണ് അവർ വീട്ടിൽ കണ്ടു വളരുന്നതെങ്കിൽ അതൊരു നോർമൽ കാര്യമായിട്ട് മാത്രമാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ജോക്സും സർക്കാസവും നെഗറ്റീവ് കമന്റ്സും നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് എനിക്കും യൂസ് ചെയ്യാം എന്നാണ് അവർ കരുതുന്നത്. പലപ്പോഴും നമ്മൾ അവരോട് അനോയ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കളിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ റിയാക്ഷൻസ് കാണാൻ വളരെ ക്യൂട്ടാണ്. സോ ആ ഒരു റിയാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അവരെ കളിയാക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്താൻ നോക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവർ ചെയ്യുന്നത്? ദേ ആർ അബ്സോർബിങ് ലൈക്ക് എ സ്പോഞ്ച്. സോ ദേ ആർ ഇന്റേണലൈസിങ് വാട്ട് എവർ വി ആർ ടെല്ലിങ് ദം. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? വലുതാവുമ്പോൾ ദേ അതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ മെലിഞ്ഞു പോകും, വണ്ണം വെച്ച് പോകും, അല്ലെങ്കിൽ പല 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 രീതികൾ നമ്മളുടേതായിട്ടുള്ള കൾച്ചറൽ ഇമ്പാക്ട്സ് നമ്മളുടെ ബ്രെയിനിൽ കൊടുത്തിട്ട് ഇംപ്രഷൻസ് വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കും. റീസെന്റ് ആയിട്ട് എൻ്റെ കുഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, ഹി നീഡ് ടു കട്ട് ഹിസ് ഹെയർ. വിചാരിച്ചു എന്ത് പറ്റി പെട്ടെന്ന് മുടി വെട്ടണം എന്ന്. സാധാരണ വെട്ടാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കരയുന്നയാൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, ഐ നീഡ് ടു കട്ട് മൈ ഹെയർ. സോ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? Now he's tired of hearing that നീ മുടി വളർത്തിയിരിക്കുകയല്ലേ, സോ യു ആർ എ ഗേൾ എന്നുള്ളത്. എന്നാൽ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള ചേഷ്ടകളിലോ ഒന്നും ആരും ഗവനിക്കുന്നില്ല. ജസ്റ്റ് ബിക്കോസ് ഹി ഈസ് ഗ്രോയിങ് ഹിസ് ഹെയർ, ഹി ഈസ് എ ഗേൾ. എന്ത് തരത്തിലുള്ളൊരു വാചകമാണല്ലേ നമ്മൾ കുഞ്ഞിനോട് പറയുന്നത്? സോ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലേക്ക് ഈ ഇംപ്രഷൻസ് ഒക്കെ ഏറ്റെടുക്കുകയാണ്. ആൻഡ് ഈ ഇംപ്രഷൻസ് നാളെ അവർ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ തുടങ്ങും. പക്ഷെ അവർ പങ്കുവെക്കുന്ന രീതി ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ആയിരിക്കില്ല, നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസിലായിരിക്കത്തില്ല. ആൻഡ് ദേ എൻഡ് അപ്പ് ബീയിങ് ബുള്ളീഡ് ഓർ ബീയിങ് എ ബുള്ളി. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, പലപ്പോഴും കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഇമോഷൻസിന് നമ്മളൊരു കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് പെരുമാറുന്നത്. നമ്മൾ നല്ല മൂഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കുന്നു. മറ്റേത് അവർ കരയുന്നു, അവർ ദേഷ്യം കാണിക്കുന്നു. അപ്പോൾ ഈ ദേഷ്യത്തിനും കരച്ചിലിനും ഒക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂഡാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ നമ്മൾ അനോയ് ചെയ്യുകയും പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ വാശി പിടിക്കുന്നു, അവരെ പണിഷ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല, ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്ട്രെയിൻ അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നു. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ദേ വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്, മേ ബി എൻഡ് അപ്പ് ബീയിങ് എ ബുള്ളി. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് ഇല്ല. അവർ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ലിറ്ററൽ മീനിങ്ങിലാണ് എടുക്കുന്നത്, അത് അതുപോലെ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് റിസർച്ച് എവിഡൻസസും കാണിക്കുന്നത് ഒരു 11 to 13 ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബുള്ളീസ് അല്ലെങ്കിൽ ബുള്ളിങ് ബിഹേവിയർ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, ഇന്റേണലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റം, ആ ബിലീഫ് സിസ്റ്റത്തിനെ അവർ പ്രൊജക്റ്റ് ഔട്ട് ചെയ്യുന്നത് അവർക്കൊരു സോഷ്യൽ ഡോമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അവർക്കുണ്ടായിട്ടുള്ള ലോ സെൽഫ് എസ്റ്റീമിനെ മാസ്ക് ചെയ്യാനായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ ആയിട്ടും ഒക്കെയാണ്. സോ അവർ വെർബലി, ഫിസിക്കലി എങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു ഇമോഷൻസ് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നു ആ രീതിയിലൊക്കെ തന്നെ അവരതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. Now, എന്താണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്? Later on, they'll be automatically isolated.
ആ ഒരു സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഈ ഒരു അഗ്രസീവ് ബിഹേവിയർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, അവരതിനെ മാക്സിമം എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഓട്ടോമാറ്റിക്കലി ദേ ആർ ബീയിങ് ഐസൊലേറ്റഡ് ആൻഡ് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി വീണ്ടും വീണ്ടും കൂടി വരാനായിട്ട് ഇത് പ്രോസസ് ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന സ്പോഞ്ചസ് ആണ്. ദേ ആർ ജസ്റ്റ് ഡൗൺലോഡിങ് വാട്ട് എവർ ദേ ആർ സീയിങ്. എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്ന്, മോണിറ്റർ ദെയർ ബിഹേവിയർ. അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവർ എന്താണോ ഹെവി ആയിട്ട് കാണിക്കുന്ന ഇമോഷൻസ് അത് നമ്മൾ കാമായിട്ട് ഫേം ആയിട്ട് വേണം ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഷൗട്ടിങ് പാറ്റേണിൽ അല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഇറിറ്റേഷൻ നമ്മൾ ഷൗട്ട് ചെയ്ത് തീർക്കുന്നു. പക്ഷേ ഇൻസ്റ്റെഡ് വി ഹാവ് ടു ബി കാം ആൻഡ് ഫേം വിത്ത് ദം. 2, അവരുടെ ഇമോഷൻസ് അവർക്ക് ലേബിൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. റാദർ ദാൻ അവർക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നത്, സോ ദേ ആക്ട് ഔട്ട്. അപ്പോൾ സമാധാനമായിട്ട് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് അത് മനസ്സിലാകാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. 3, മോഡലിംഗ് ആ ബിഹേവിയർ അക്കോർഡിംഗ് ടു ഹൗ ദേ ഹാവ് ടു എനാക്ട് ഇറ്റ്. അത് കൈൻഡ്നെസ് ആണെങ്കിലും റെസ്പെക്റ്റ് ആണെങ്കിലും നമ്മളൊരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി വീട്ടിലും ഏറ്റെടുക്കുക. 4, എന്തെങ്കിലും ചേഞ്ചസ് അവരിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഒബ്സർവ് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഉടനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം അവർക്കൊരു ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് പിന്നീട് നമ്മളോടൊന്നും പറയാൻ തോന്നത്തില്ല. സോ ഗിവ് ദം എ ഓപ്പൺ സ്പേസ് ടു കമ്മ്യൂണിക്കേറ്റ് വെയർ ദേ ഫീൽ സേഫ് അബൌട്ട് ദ ഇമോഷൻസ്. ഇനി നമ്മുടെ കുഞ്ഞാണ് വിക്ടിം എങ്കിലോ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം? 1, വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാതെ, അല്ലെങ്കിൽ പോട്ടെ അത് സാരമില്ല, അത് പിള്ളേരുടെ ഇടയിൽ സ്വാഭാവികമാണ്, അല്ലെങ്കിൽ എൻ്റെ വലിയച്ഛനല്ലേ പറഞ്ഞത്, ചുമ്മാ നിന്നെ കളിയാക്കാൻ പറയുന്നതല്ലേ എന്ന് പറഞ്ഞ് അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഹിയർ ആൻഡ് വാലിഡേറ്റ് ദ ഫീലിംഗ് ആസ് ഇറ്റ് ഇസ് റിക്വയർഡ്. 2, അസേർട്ടീവ് ആവാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. നമ്മളെ കുറിച്ച് മറ്റൊരാള് താഴ്ത്തിക്കെട്ടി പറയുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയുകയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോ പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. 3, എപ്പോഴാണോ ഒരു അതോറിറ്റിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത് അതോറിറ്റിയെ ഇൻവോൾവ് ചെയ്യുക. സപ്പോസ് നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ഇമോഷണൽ ഫീലിങ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എസ്പെഷ്യലി ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ മറ്റൊരു വ്യക്തി പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ പറ്റും, സ്പെഷ്യലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. സോ കണക്ട് ദ ചൈൽഡ് വിത്ത് എ കൗൺസിലർ. 4, ഫോസ്റ്റർ റെസിലിയൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മറ്റൊരാളല്ല നമ്മുടെ വർത്ത് സ്ഥിരീകരിക്കുന്നത്. ഇറ്റ്സ് വി ഹു ഹാവ് ടു ഡിസൈഡ് ഹൗ വർത്ത്ഫുൾ വി ആർ. അത് മറ്റൊരാളുടെ ജഡ്ജ്മെന്റിന് നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല. സോ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ദം, സ്റ്റാൻഡ് ഫോർ ദം, so that they feel like coming up to you and sharing it with you. പലപ്പോഴും സംഭവിക്കുന്നത് അമ്മയോടോ അച്ഛനോടോ പറയുമ്പോൾ അവർക്ക് വിഷമമാകും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം ഇനി അവരും കൂടെ ദുഃഖിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇതൊന്നും പുറത്ത് പറയാതിരിക്കും. ആൻഡ് ദേ ഗെറ്റ് സോ ഫ്രസ്ട്രേറ്റഡ് ലേറ്റർ ഓൺ. ആൻഡ് ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ഇന്റർവെൻഷൻ. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന രീതി, നമ്മൾ എങ്ങനെയാണോ എംപത്തൈസ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ ജനറേഷൻസ് നമ്മളെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. So let's be more mindful and let us raise a kinder generation ahead.